വിടില്ല. നിങ്ങൾ എന്തുമാത്രം ഫോളോ ചെയ്താലും കുട്ടികളെ, നിങ്ങൾ എപ്പോഴും എന്റെ പുറകെ തന്നെ വന്നുകൊണ്ടിരിക്കേണ്ടി വരും. കാണാൻ ഞാൻ ആമയെ പോലുണ്ടെങ്കിലും സ്പീഡിന്റെ കാര്യത്തിൽ നമ്പർ 1 ആണ്. ഇപ്രാവശ്യം നമ്മൾ റെഡിയാണ്. ഫോർമുല നമ്പർ 1-1 അപ്ലൈ ചെയ്യേ. ഫോർമുല 1-1 അപ്ലൈ ചെയ്തതും എന്റെ ടയർ ലാൻഡ് സ്കിഡ് ലെയർ ഫിക്സ് ആകും. പിന്നെ ടോട്ടോയ്സ്മാന്റെ സ്ലിപ്പറി ചെല്ല് കാരണം നമുക്കൊരു കുഴപ്പവും ഉണ്ടാവില്ല. സൂപ്പർ സ്പീഡോ ആന്റി സ്കിഡ് ലെയർ നിന്റെ ടയറിൽ ഫിറ്റ് ചെയ്താൽ നീ രക്ഷപ്പെടാമെന്ന് കരുതിയല്ലേ? നീ രക്ഷപ്പെടും. പക്ഷേ സൺസിറ്റിയിലെ ജനങ്ങൾ എന്ത് ചെയ്യും? ഇനിയാണ് ഞാൻ കളി തുടങ്ങാൻ പോകുന്നത്. ഞാൻ സൺസിറ്റി മുഴുവനും തലകീഴായി മറിച്ചിടാൻ പോവുകയാണ്. സ്ലിപ്പറി ജെല്ലി കാരണം ഈ എല്ലാ ഹെവി മെഷീനറീസും ഹോസ്പിറ്റൽ നോക്കി പോയിക്കൊണ്ടിരിക്കുക. വാവ്, ടൂർണമെന്റ് കാണാനായിട്ട് ജനങ്ങൾ ഇവിടെ ഒരുപാട് പേര് വന്നിട്ടുണ്ടല്ലോ. തീർച്ചയായിട്ടും വന്നല്ലേ പറ്റൂ. കാരണം ഇന്ന് ഒരുപാട് പോയിന്റ്സ് സ്കോർ ചെയ്യുന്ന പ്ലെയറിന് അയാൾക്ക് കിട്ടാമെന്ന കാര്യത്തെ ഒരു ഒറ്റവാക്കിൽ പറയണമെങ്കിൽ ഡയമണ്ട് ബൂട്ട്സ്. എന്റെ ദൈവമേ, അതിൽ എന്തുമാത്രം ഡയമണ്ട്സ് ഒട്ടിച്ചു വെച്ചിരിക്കുന്നത്. ഡയമണ്ട്സ് എന്ന് പറഞ്ഞപ്പോഴും ഓർത്തത്. ഞാൻ കുറച്ച് ആൽമണ്ട്സ് കഴിച്ചോട്ടെ, എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നു. സൺസിറ്റിയുടെ മാന്യമഹാജനങ്ങളെ, നിങ്ങൾ എല്ലാവരെയും ഈ ബാസ്കറ്റ്ബോൾ ടൂർണമെന്റിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നടക്കുന്ന ഈ മാച്ചിൽ ഏത് പ്ലെയർ ആരാണോ കൂടുതൽ പോയിന്റ് സ്കോർ ചെയ്യുന്നത് അയാൾക്ക് ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും വില കൂടിയ ഈ ഡയമണ്ട് ഷൂ കിട്ടുന്നതായിരിക്കും. ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഡയമണ്ട് ഷൂ എന്റെ ഫുഡ് സൈസ് അല്ല. അല്ലെങ്കിൽ ഞാനും ഈ മാച്ചിൽ ഇറങ്ങി കളിക്കുമായിരുന്നു. എന്നിട്ട് വളരെ ഈസി ആയിട്ട് ജയിച്ച് ഇത് മേടിച്ചേ. പണ്ടൊരു സമയത്ത് പെട്ടെന്ന് ഞാനൊരു വലിയവനായി വളർന്നു. എല്ലാ പ്ലാനറ്റ്സും എന്റെ മുൻപിൽ ബോൾ പോലെ വളരെ ചെറുതായി പോയി. ബോൾ സൈസിനെ പോലെയുള്ള പ്ലാനറ്റ്സിനെ വെച്ചുകൊണ്ട് ഞാൻ ലോകത്തിന്റെ ആദ്യത്തെ ബാസ്കറ്റ് ബോൾ കളിക്കാൻ തുടങ്ങി. അതൊക്കെ ഇമ്പോസിബിൾ ആണ് മേയർ അങ്കിൾ. പോസിബിൾ ആണ്. ഞാനിത് പോസിബിൾ ആക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് കള്ളമാണെങ്കിൽ എന്റെ തലയിൽ 2 ആപ്പിൾ, 3 ഓറഞ്ച്, 1 മാങ്ങ വന്ന് വീഴട്ടെ. ഒരൊറ്റവാക്കിൽ പറയണമെങ്കിൽ മേരങ്ങൾ പറഞ്ഞതെല്ലാം കള്ളമാണ്. അയ്യോ, മേയർ ഇങ്ങനെ പബ്ലിക് സ്ഥലത്ത് വന്ന് എന്തിനാ കള്ളം പറയുന്നതെന്നാ എനിക്കറിയാത്തത്. അപമാനം. നമ്മൾ കാത്തിരിക്കുന്ന മാച്ച് ഇനി കുറച്ച് സമയത്തിനുള്ളിൽ തുടങ്ങുന്നതായിരിക്കും. നോ, അങ്ങനെ സംഭവിക്കാൻ ചാൻസസ് ഇല്ല. ഏതൊരു സാഹചര്യത്തിലും ഡോഡോ ഫുഡ് മാത്രം വേസ്റ്റ് ചെയ്യില്ല. ആഹാരം അങ്ങനെ വേസ്റ്റ് ചെയ്യാതിരിക്കുന്നതിന് 2 വാക്കിൽ പറയണമെങ്കിൽ ഗുഡ് ഹാബിറ്റ്. ആ ചിപ്സ് നീ എടുത്ത കുഴപ്പമില്ല, പക്ഷെ അതിനുശേഷം എന്റെ ചിപ്സിൽ കൈവച്ചാലുണ്ടല്ലോ നീ വിവരം അറിയും. ഇന്നാ പിടിച്ചോടാ, പിടിക്ക. എന്താണ് നിങ്ങൾ ചെയ്യുന്നേ? നിങ്ങളല്ലേ ഇതെനിക്ക് തന്നത്? ഞാൻ നിങ്ങളോട് ഇത് പിടിക്കാനാ പറഞ്ഞത്, അല്ലാതെ ഇത് കഴിക്കാൻ പറഞ്ഞിട്ടില്ല. ഇങ്ങോട്ട് തരാനാ പറഞ്ഞ. പിശുക്ക് കാണിക്കുന്നതിലും ഭയങ്കര പിശുക്കൻ, ലോകമഹാ പിശുക്കൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടോണി ബോസ് തന്നെയാ. ഈ ടോണിയോട് കയറി കളിച്ചാൽ എന്താവും അറിയാലോ. നിക്കട അവിടെ. സ്നാക്സ് എല്ലാം എടുത്തു വെക്കാൻ ഞാൻ പോയി ഒരു ടേബിൾ എടുത്തോണ്ട് വരാം. ഇതെന്താണ് സാധനം? കാണാൻ ഇത് ടോർട്ടോയ്സ് പോലെ ഉണ്ടല്ലോ. അയ്യോ മേയറേ, നിങ്ങൾ അവിടെ എന്തെടുക്കാ? ഇങ്ങോട്ട് നോക്കൂ. ഈ
ഈഷ്, മമ്മി, അതിനിടയ്ക്ക് ആ ടോട്ടോയ്സ് എങ്ങോട്ടാ പോയത്? അയ്യോ മേയർ ഇങ്ങനെ ദിവസം കള്ളക്കഥ പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് ആരോട് എന്ത് സംസാരിക്കണം എന്ന് പോലും അറിയില്ല. സ്റ്റേഡിയത്തിൽ ടോട്ടോയ്സ് എങ്ങനെ വരും? ഇപ്പൊ നിങ്ങൾ എന്റെ കൂടെ വാ, കുട്ടികൾക്ക് വേണ്ടി നമുക്ക് സ്നാക്സ് മേടിച്ചോണ്ട് വരാം. നീ പോയിക്കൊട്ടാൻ പോവാണ്. ലോകത്തിൽ വെച്ച് ഏറ്റവും വില കൂടിയ ഡയമണ്ട് സ്പോർട്സിനെ സംരക്ഷിക്കേണ്ടത് എന്റെ കടമയാണ്. ഒരു പക്ഷേ അത് ആരെങ്കിലും അടിച്ചു മാറ്റിക്കൊണ്ട് പോവുകയാണെങ്കിൽ അയ്യോ, ഇവിടുന്ന് ആരാ അത് അടിച്ചു മാറ്റിക്കൊണ്ട് പോകാൻ പോകുന്നത്? നിങ്ങൾ പറഞ്ഞ ടോട്ടോയ്സോ? വെറുതെ കാരണങ്ങൾ പറയാതെ എന്റെ കൂടെ വരൂ മേയറേ. അല്ല, ഇതെന്താ ഒരു സാധനം? കാണാനൊരു ആമയെ പോലെ ഉണ്ടല്ലോ. എന്തായാലും നമുക്കെന്താ, എനിക്ക് ആവശ്യം സ്നാക്സ് വെച്ച് കഴിക്കാൻ ഒരു അടിപൊളി മിനി ടേബിൾ കിട്ടിയിരിക്കുന്നു. ഡൂഡോ, നിനക്ക് അത്രയ്ക്ക് ധൈര്യമായി പോയോ? ഞാൻ അറിയാതെ നീ എന്റെ കൂൾ ഡ്രിങ്ക്സ് മൊത്തം കുടിച്ചു തീർത്തു അല്ലേ? എക്സ്ക്യൂസ് മീ, മോഷ്ടിക്കുന്നത് വളരെ തെറ്റായ കാര്യമാണ്. ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ഒരു കാര്യം ചെയ്യാറില്ല. ഇത് വളരെ വലിയ തെറ്റാണ്. വെരി വെരി റോങ്. ഏതായാലും ഇപ്പൊ ഞാൻ എന്തെങ്കിലും കഴിച്ചോട്ടെ. ടോണി, നീ വെറുതെ ദേഷ്യപ്പെടണ്ട. ഡോഡോ നിന്റെ കൂൾ ഡ്രിങ്ക്സ് എടുത്ത് കുടിച്ചിട്ടില്ല. ഡോഡോ, ഇപ്രാവശ്യം ഞാൻ നിന്നെ വെറുതെ വിടാൻ പോകുന്നില്ല. ഇത്ര പെട്ടെന്ന് മൊത്തം പോപ്കോണും നിനക്ക് മാത്രമേ കഴിക്കാൻ പറ്റൂ. ടോണി, നീ എന്താ കരുതിയത്? ഞാനെന്താ തീറ്റിപ്പണ്ടാണെന്ന് വിചാരിച്ചോ? അത് തെറ്റാ. ഈഷ്, ആഹാരത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ആരും വഴക്കിടേണ്ട കാര്യമില്ല. ഇന്ന് പിടിച്ചോ, നിങ്ങൾക്ക് എല്ലാവർക്കും ചേർത്തിട്ട് ഞങ്ങൾ വായിച്ചിട്ട് വന്നിട്ടുണ്ട്. നല്ലോണം കഴിക്കൂ, സന്തോഷമായിട്ടിരിക്കൂ, കഴിക്കൂ, ജോളി ആയിട്ടിരിക്കൂ. എന്റെ മിനി ടേബിൾ എങ്ങോട്ടാ പോയതാ? കാണാൻ ഞാൻ ആമയെ പോലെ ഉണ്ടെങ്കിലും സ്പീഡിന്റെ കാര്യത്തിൽ നമ്പർ 1 ആണ്. ഇവരുടെ കോൺസെൻട്രേഷൻ മാറ്റിമറിക്കാൻ ഞാൻ എന്തെങ്കിലും ചെയ്തേ മതിയാകൂ. എന്നിട്ട് കറക്റ്റ് ആയിട്ട് സന്ദർഭം നോക്കി എനിക്ക് ആ ബൂട്ട്സ് അടിച്ചു മാറ്റി കൊണ്ടുപോകണം. ഇരിക്കുന്ന ജനങ്ങളെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടിയിട്ട് ബാസ്കറ്റ്ബോൾ കോർട്ടിനെ ഐസ് സ്കേറ്റിംഗ് റിംഗ് പോലെ മാറ്റിമറിക്കാൻ പോവാ. കാണാൻ ഞാൻ ആമയെ പോലെ ഉണ്ടെങ്കിലും സ്പീഡിന്റെ കാര്യത്തിൽ നമ്പർ 1 ആ. ഈഷ്, മമ്മി, ഇവൻ എന്താണ് ചെയ്യുന്നത്? ബാസ്കറ്റ് ബോൾ കളി വിട്ടിട്ട് ഓടിപ്പിടിച്ച് കളിച്ചോണ്ടിരിക്കുകയാണോ? ചേട്ടാ, ഇതെങ്ങനെയാ സംഭവിച്ചത്? ഏതായാലും ഞാൻ അടുത്ത് ചെന്നൊന്ന് നോക്കിയിട്ട് വരാം. ആരോ ഈ കോർട്ടിൽ സ്ലിപ്പറിയായ ഒരു സാധനം സ്പ്രേ ചെയ്തിരിക്കുക. എന്തിനാ അങ്ങനെ ചെയ്തത്? കാണാൻ ഞാൻ ആമയെ പോലെ ഉണ്ടെങ്കിലും സ്പീഡിന്റെ കാര്യത്തിൽ നമ്പർ 1 ആ. ഇപ്പൊ ബൂട്ട്സ് ഞാൻ സ്വന്തമാക്കും. R7ന്റെ ഡേഞ്ചർ ലൈറ്റ് ബ്ലിങ്ക് ആവുന്നുണ്ട്. എന്ന് വെച്ചാൽ അടുത്തെവിടെയോ അപകടമുണ്ട്. ദേ നോക്കൂ മിസ്റ്റർ, നിങ്ങൾ ആരാണ്? ആ ബൂട്ട്സ് മോഷ്ടിച്ച് നിങ്ങൾ എന്തിനാ ഒരു തെറ്റായ കാര്യം ചെയ്യുന്നേ? ഞാനാണ് ടോർട്ടോയ്സ് മാൻ. കാണാൻ ആമയെ പോലെ ഉണ്ടെങ്കിലും സ്പീഡിന്റെ കാര്യത്തിൽ നമ്പർ 1 ആ. ഞാൻ ഈ ബൂട്ട്സ് എന്തിനാ അടിച്ചു മാറ്റിയെന്ന് അറിയോ? കാരണം ഇത് അണിയാനുള്ള റൈറ്റ്സ് എനിക്ക് മാത്രമേ ഉള്ളൂ. നീ ചോദിച്ച എല്ലാ ചോദ്യത്തിനും ഉത്തരം കിട്ടിയല്ലോ അല്ലേ? വഴിന്ന് മാറി നിൽക്കട കൊച്ചു ചെറുക്ക. ഞാനിപ്പോ രണ്ടാമത്തെ ബൂട്ട്സ് എടുക്കാൻ പോവാ. സോറി, ഇങ്ങനെ ഒരു തെറ്റായ കാര്യം ചെയ്യാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല.
എന്റെ കിക്ക് അവനെ ഒട്ടും എഫക്ട് ചെയ്തില്ലെന്ന് തോന്നുന്നു. ഇത്രയും പേരെ ക്രോസ് ചെയ്ത് എനിക്ക് ആ രണ്ടാമത്തെ ബൂട്ട്സ് തട്ടിപ്പറിച്ചു പോകാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ ഇവിടുന്ന് എസ്കേപ്പ് ആവുന്നത് നല്ലത്. രണ്ടാമത്തെ ബൂട്ട്സ് പിന്നെ വന്ന് എടുത്തോളാം. ഞാൻ കാണാൻ ആമയെ പോലെ ഉണ്ടെങ്കിലും സ്പീഡിന്റെ കാര്യത്തിൽ നമ്പർ 1 ആണ്. ഇപ്പൊ ഇവിടെ സംഭവിച്ച കാര്യമുണ്ടല്ലോ, അതിനൊരു ഒറ്റ വാക്കിൽ പറയണമെങ്കിൽ സ്റ്റീലിംഗ്. ഒരു സെക്കൻഡിൽ വെള്ളം കുടിക്കുന്ന സൗണ്ടിനെ കളക്കട്ട് എന്ന് പറയും. കള്ളനെ കൈയോടെ പിടിക്കുന്നവരെ ഡിറ്റക്റ്റീവ് ചട്ട്പട്ട് എന്ന് പറയും. കലക്കി സാറേ, എന്തൊരു പഞ്ച് ഡയലോഗാ നിങ്ങൾ പറഞ്ഞത്. ഞാൻ അതൊന്ന് ഈ നോട്ട് പാഡിൽ നോട്ട് ചെയ്ത് വെച്ചേക്കട്ടെ. ഡിറ്റക്റ്റീവ് ജട്ട്പട്ട്, വെറുതെ പിച്ചും പേയും പറയരുത്. ഞാൻ ഫട്ടാഫട്ട് ഇവിടുന്ന് രക്ഷപ്പെടും. ഈ ജൂനിയർ എപ്പോഴേക്കും എവിടെ പോയി തൊലഞ്ഞു? സാറേ മുകളിലല്ല, ഒന്ന് കുനിഞ്ഞു നോക്ക്. നാളെ മുതൽ ദേവി ഇതൊന്ന് ഡയറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യ്. നിങ്ങളുടെ ബോഡി വെയിറ്റ് വളരെ കൂടുതലാണ്. ലോകത്തിൽ വെച്ച് ഏറ്റവും കോസ്റ്റ്ലി ഡയമണ്ട്സ് ബൂട്ട്സിനെ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നവനെ പിടിക്കൂ. ഗോഡ്സ്, അവന് ഫയർ ചെയ്യൂ. ഫയർ. ഇതുപോലുള്ള സാധാരണ ആയുധങ്ങൾ വെച്ച് നിങ്ങൾക്ക് ആർക്കും ടോർട്ടോയ്സ് മാനെ പിടിക്കാൻ പറ്റില്ല. ഞാനൊരു തിരിച്ചടി നൽകിയാലുണ്ടല്ലോ, നിങ്ങളുടെ ശരീരത്തിലുള്ള എല്ലുകളെല്ലാം ചിന്ന ഭിന്നമായി പോവും, പറഞ്ഞേക്കാം. കാണാൻ ഞാനൊരു ആമയെ പോലെ ഉണ്ടെങ്കിലും സ്പീഡിന്റെ കാര്യത്തിൽ നമ്പർ 1. പേരിന്റെ കാര്യത്തിൽ മാത്രമാണ് അവൻ ടോർട്ടോയ്സ് മാൻ. സ്പീഡിന്റെ കാര്യത്തിൽ അവൻ ലെപ്പർഡിനെ പോലെയാണല്ലോ. ഇനി അവനെ പിടിക്കണമെങ്കിൽ ഞാൻ സൂപ്പർ സ്പീഡോയെ വിളിച്ചേ പറ്റൂന്നാ തോന്നുന്നേ. വേഗം, അതിവേഗം R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ. സൂപ്പർ സ്പീഡോ കാർ. സൂപ്പർ സ്പീഡോ, ആ ടോർട്ടോയ്സ് മാൻ ഡയമണ്ട് ബൂട്ട്സ് അടിച്ചു മാറ്റിക്കൊണ്ട് പോവാ. നമുക്ക് അവനെ എങ്ങനെയെങ്കിലും പിടിക്കണം. കം ഓൺ. ഓക്കേ ബഡി, ഞാനിപ്പോ തന്നെ എന്റെ പവർ ബൂസ്റ്റർ ഓൺ ചെയ്തിട്ട് അവനെ ഫോളോ ചെയ്യാം. ആ ചെറിയ സ്ഥലത്ത് നമുക്ക് ടോർട്ടോയ്സ് മാനെ ഫോളോ ചെയ്യാൻ പറ്റാതെ പോയി. പക്ഷേ ഇപ്പോ ഈ ഓപ്പൺ റോഡിൽ നമുക്ക് അവനെ ഈസി ആയിട്ട് പിടിക്കാം. മനഃപൂർവ്വം ഞാൻ അവരെ ഈ ഹൈവേയിലേക്ക് കൊണ്ടുവന്ന കാര്യം അവർക്കറിയില്ല. എങ്കിൽ മാത്രമേ ഞാൻ ആരാണെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റൂ. കാണാൻ ഞാനൊരു ആമയെ പോലുണ്ടെങ്കിലും സ്പീഡിന്റെ കാര്യത്തിൽ നമ്പർ 1. ഗീക്കു, സ്ലീപ്പർ ഈ ജെല്ല് കാരണം എനിക്ക് എന്റെ മൂവ്മെന്റ്സ് പോലും ശരിക്കും ചെയ്യാൻ പറ്റുന്നില്ല. ബ്രേക്സും ശരിക്കും വർക്കാവുന്നില്ല. ഇന്ന് ഞാൻ ശരിക്കും ചട്നി ആവുമെന്നാണ് തോന്നുന്നത്. കാണാൻ ഞാൻ ആമയെ പോലുണ്ടെങ്കിലും സ്പീഡിന്റെ കാര്യത്തിൽ നമ്പർ 1. സോറി കീക്കോ, ഞാൻ ആ സ്ലിപ്പറി ജെല്ലിൽ പോകുവാൻ യോഗ്യനല്ല. കുഴപ്പമൊന്നുമില്ല ബഡി, എത്രയും വേഗം നീ നിന്നെ റിപ്പയർ ചെയ്തേക്ക്. ഒരു കാര്യം ഉറപ്പാണ്, ആ ടോർട്ടോയ്സ് മാൻ, അവനെ നമ്മൾ ഇതേ സ്ഥലത്ത് മീറ്റ് ചെയ്യും. നോക്കിക്കോ. ആ ടോർട്ടോയ്സ് മാൻ ഇവിടെ ഉണ്ടായതിൽ ഒരു ബൂട്ട് എടുത്തോണ്ട് പോയിരിക്കുക. വീണ്ടും അവൻ വന്ന് രണ്ടാമത്തെ ബൂട്ട് എടുത്തോണ്ട് പോവുകയാണെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ ഈ രണ്ടാമത്തെ ബൂട്ടിനെ സൺസിറ്റിയുടെ ഈ വളരെ സേഫ് ആയ സ്ഥലത്ത് വെച്ചിരിക്കുന്നത്. ഈ ലേസർ ബീംസിന്റെ നടുക്ക് ആരെങ്കിലും പോവുകയാണെങ്കിൽ ഈ ബീംസ് അവനെ കട്ട് ചെയ്ത് കളയുന്നതായിരിക്കും. പക്ഷെ മേയറങ്കിൾ, എനിക്ക് ഒരു കാര്യം മാത്രം മനസ്സിലായില്ല. ലേസർ ബീംസിന് ബൂട്ടിനെ മാത്രം എന്താ കട്ട് ചെയ്യാൻ പറ്റായിരുന്നത്? അതിന്റെ കാര്യം ഞാൻ പറയാം. കാരണം ആ ബൂട്ട്സ് അത് ഏതുകൊണ്ടാ ഉണ്ടാക്കിയിരിക്കുന്നറിയോ? അതൊരു ഒറ്റ വാക്കിൽ പറയണമെങ്കിൽ ഡയമണ്ട്സ് വളരെ സ്ട്രോങ് ആയ സാധനമാണ്. അതുകൊണ്ട് ലേസറിന് ഡയമണ്ട്സിനെ കട്ട് ചെയ്യാൻ പറ്റില്ല. അയ്യോ, ആ ഒരു ബൂട്ട് അത്രയ്ക്ക് കോസ്റ്റ്ലി ആയ സാധനമാണോ? എങ്കിൽ ആ ടോർട്ടോയ്സ് അത് വിറ്റ് കാശുണ്ടാക്കി വലിയ പണക്കാരനാവുന്നാ തോന്നുന്നേ. പക്ഷെ എനിക്ക് വിശ്വാസമില്ല, രണ്ടാമത്തെ ബൂട്ട് അടിച്ചു മാറ്റാൻ അവൻ വരില്ല. ടെമ്പോ അണ്ണാ, എനിക്ക് തോന്നുന്നത് ടോർട്ടോയ്സ് മാൻ ആ ബൂട്ട്സ് വിൽക്കാൻ വേണ്ടി ആവില്ല എടുത്തോണ്ട് പോയത്. അത് അവന് ഇടാൻ വേണ്ടിയായിരിക്കും എടുത്തോണ്ട് പോയത്. അതുകൊണ്ട് രണ്ടാമത്തെ ബൂട്ട് എടുക്കാൻ അവൻ തീർച്ചയായും മുയലിനും ആമയ്ക്കും തമ്മിലുള്ള റേസിൽ ആമ ജയിച്ചത് നമ്മൾ കേട്ടിട്ടുണ്ട്. സാറ് ചുരുക്കത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം സാറിന് ഒരു ഇൻഫർമേഷൻ കിട്ടിയിരിക്കുക. ടോർട്ടോയ്സ് മാൻ ആൾറെഡി ഒരു ബാസ്കറ്റ്ബോൾ പ്ലെയർ ആയിരുന്നു. പക്ഷെ അവൻ ആരോ ടീമിൽ സെലക്ട് ചെയ്യാതെ വിട്ടുകളഞ്ഞു.
അതുകൊണ്ട് അവൻ ആ ഡയമണ്ട് ബൂട്ട് പ്രൈസ് ആയിട്ട് വാങ്ങാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് അവൻ അത് എടുത്തോണ്ട് പോയി സ്വന്തമാക്കാൻ പോകുന്നത്. പക്ഷെ അത് റോങ് ആണ്. പ്രൈസ് ആർക്കും തട്ടിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഹാർഡ് വർക്ക് ആൻഡ് പ്രാക്ടീസ് മുഖേന ഫെയർ ഗെയിം കളിച്ച് വേണം അത് സ്വന്തമാക്കാൻ. ഒരൊറ്റ വാക്കിൽ പറയണമെങ്കിൽ കീക്കോ ഇപ്പൊ പറഞ്ഞ ഈ വാക്കുണ്ടല്ലോ, അത് അൾട്ടിമേറ്റ് ആണ്. അൾട്ടിമേറ്റിനെക്കാളും സൂപ്പർ അൾട്ടിമേറ്റ് ആണ്. വെരി വെരി അൾട്ടിമേറ്റ്. അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞപ്പോ ഒരു കാര്യം ഓർമ്മ വന്നു. ഒരുപാട് സമയത്ത് ഞാൻ ക്യാൻഡി കഴിക്കാൻ മറന്നുപോയി. എന്ന് വെച്ചാൽ ഞാൻ സംശയിച്ചത് ശരിയാണെന്ന് തോന്നുന്നു. ടോട്ടോയ്സ്മാൻ ആ ബൂട്ട് അടിച്ചു മാറ്റാൻ തീർച്ചയായും വരും. നമുക്ക് ഈ സ്ഥലം സേഫ് ആയിട്ട് ലോക്ക് ചെയ്ത് വെക്കാം. വരൂ, ഈ സ്ഥലത്തേക്ക് വരാൻ ഈ ഒരു ഒറ്റ വഴിയേ ഉള്ളൂ. ഈ സ്ഥലം വളരെ സ്ട്രോങ് ആണ്. സൂപ്പർ സ്പീഡോ, ആ ഡോറ് മൊത്തം കംപ്ലീറ്റ് ആയിട്ട് സീൽ ചെയ്തേക്ക്. ഓക്കെ കീക്കോ, ഞാൻ ഇപ്പൊ തന്നെ ഈ മെറ്റാലിക് ഡോറിനെ വെൽഡിംഗ് ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ ടോട്ടോയ്സ്മാൻ ഇങ്ങോട്ടൊന്ന് വരട്ടെ, ഞാൻ രണ്ടിലൊന്ന് നോക്കും. ഒരു കാര്യം അറിയോ, ഒരു സമയത്ത് ഇതുപോലെ ഒരു ബൂട്ട് കള്ളനെ അടിച്ച് ഞാൻ പഞ്ചറാക്കി. അവൻ തേങ്ങി തേങ്ങി കരഞ്ഞ് അവിടുന്ന് സ്ഥലം വിട്ടു. അല്ല, നിങ്ങൾ കാര്യമായിട്ട് പറയാണോ? അല്ല, ഇതും കള്ളക്കഥയാണോ? അല്ലാതെ പിന്നെ. അങ്ങനെ ഞാൻ പറഞ്ഞത് കള്ളമാണെങ്കിൽ എന്റെ തലയിൽ തീപ്പൊരി വന്ന് വീഴട്ടെ. എന്ന് വെച്ചാൽ മേയറങ്ങൾ ഇത്ര നേരം പറഞ്ഞതെല്ലാം പച്ചക്കള്ളം. അങ്ങനെ കീക്കോ ഡോർ ഫുൾ ആയിട്ട് വെൽഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ആർക്കും തന്നെ ഇത് കളഞ്ഞിട്ട് ഹൈ സെക്യൂരിറ്റി സോണിനകത്തേക്ക് കയറാൻ പറ്റില്ല. കാണാൻ ഞാൻ ആമയെ പോലെ ഉണ്ടെങ്കിലും സ്പീഡിന്റെ കാര്യത്തിൽ നമ്പർ 1 ആ. കീക്കോ, നീ ഈ ഹൈ സെക്യൂരിറ്റി സോണിന്റെ ഡോർ മൊത്തം സീൽ ചെയ്ത് വെച്ചിരിക്കുകയാണല്ലേ. പക്ഷെ ചുറ്റിലുമുള്ള ചുവരിനെ നീ മറന്നുപോയി. പക്ഷെ അതെന്റെ ഈ ടോർട്ടോയ്സ് കവറിന് മുന്നിൽ ഒന്നുമല്ല, മനസ്സിലായില്ലേ? ടോർട്ടോയ്സ്മാന്റെ ഈ കവറ് വളരെ സ്ട്രോങ് ആണ്. ആ കവറിന് ഒരു ലേസറിന് ഒന്നും ചെയ്യാനാവില്ല. കാണാൻ ഞാൻ ആമയെ പോലെ ഉണ്ടെങ്കിലും സ്പീഡിന്റെ കാര്യത്തിൽ നമ്പർ 1 ആണ്. R7ന്റെ ഡേഞ്ചർ ലൈറ്റ് ബ്ലിങ്ക് ആവുന്നുണ്ടല്ലോ. അതും ഡോമിന് നേരെയാണല്ലോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഒരുപക്ഷെ ടോട്ടോയ്സ്മാൻ തിരിച്ചെത്തിയിട്ടുണ്ടാവും. കമോൺ സൂപ്പർ സ്പീഡോ. ദേ വരുന്നു ടോട്ടോയ്സ്മാൻ. സൂപ്പർ സ്പീഡോ, ഫുൾ സ്പീഡിൽ അവനെ ഫോളോ ചെയ്യേ. യെസ് കീക്കോ, പിന്നെ അവൻ നമ്മുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടില്ല. നിങ്ങൾ എന്തുമാത്രം ഫോളോ ചെയ്താലും കുട്ടികളെ, നിങ്ങൾ എപ്പോഴും എന്റെ പുറകെ തന്നെ വന്നുകൊണ്ടിരിക്കേണ്ടി വരും. കാണാൻ ഞാൻ ആമയെ പോലെ ഉണ്ടെങ്കിലും സ്പീഡിന്റെ കാര്യത്തിൽ നമ്പർ 1 ആണ്. ഇപ്രാവശ്യം നമ്മൾ റെഡിയാണ്. ഫോർമുല നമ്പർ 1-1 അപ്ലൈ ചെയ്യേ. ഫോർമുല 1-1 അപ്ലൈ ചെയ്തതും എന്റെ ടയർ ലാൻഡ് സ്കിഡ് ലെയർ ഫിക്സ് ആകും. പിന്നെ ടോട്ടോയ്സ്മാന്റെ സ്ലിപ്പറി ചെല്ല് കാരണം നമുക്കൊരു കുഴപ്പവും ഉണ്ടാവില്ല. സൂപ്പർ സ്പീഡോ, ആന്റി സ്കിഡ് ലെയർ നിന്റെ ടയറിൽ ഫിറ്റ് ചെയ്താൽ നീ രക്ഷപ്പെടാമെന്ന് കരുതിയല്ലേ? നീ രക്ഷപ്പെടും. പക്ഷേ സൺസിറ്റിയിലെ ജനങ്ങൾ എന്ത് ചെയ്യും? ഇനിയാണ് ഞാൻ കളി തുടങ്ങാൻ പോകുന്നത്. ഞാൻ സൺസിറ്റി മുഴുവനും തലകീഴായി മറിച്ചിടാൻ പോവുകയാണ്. സ്ലിപ്പറി ജെല്ലി കാരണം ഈ എല്ലാ ഹെവി മെഷീനറീസും ഹോസ്പിറ്റൽ നോക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. കീക്കോ, നമ്മൾ രണ്ടാളും ഇവിടെ ഉള്ളത് വരെ സൺസിറ്റി ജനങ്ങളെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. കീക്കോ, ഈ മെഷീനറി വളരെ ഹെവിയാണ്. ഒരുപാട് സമയത്തേക്കൊന്നും എനിക്കിതിനെ തടഞ്ഞു നിർത്താൻ കഴിയില്ല. ഞാൻ എന്റെ കളി ദേ ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ. കാണാൻ ഞാൻ ആമയെ പോലെ ഉണ്ടെങ്കിലും സ്പീഡിന്റെ കാര്യത്തിൽ നമ്പർ 1 ആണ്. ഒരു കാര്യം ചെയ്യ് സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 555 അപ്ലൈ ചെയ്യേ. കമോൺ സൂപ്പർ സ്പീഡോ. നമുക്ക് ഈ ആന്റി സ്കേറ്റ് പൗഡർ സൺസിറ്റിയിലുള്ള എല്ലാ റോഡിലും സ്പ്രേ ചെയ്യാം. പിന്നെ ഒരു ആക്സിഡന്റും സംഭവിക്കില്ല. അവരങ്ങനെ ചെയ്താൽ എന്റെ അറ്റാക്സ് ഫെയിൽ ആയി പോകും. ശരി, ഓക്കെ. ബൂട്ട്സ് ഞാൻ ആൾറെഡി അടിച്ചു മാറ്റി കഴിഞ്ഞു. ഇവിടെ നിന്ന് ഞാൻ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുന്നതായിരിക്കും നല്ലത്. കാണാൻ ഞാൻ ആമയെ പോലെ ഉണ്ടെങ്കിലും സ്പീഡിന്റെ കാര്യത്തിൽ നമ്പർ 1 ആണ്. കീക്കോ, ഇനി ആ ടോട്ടോയ്സ്മാനെ നമുക്ക് നമ്മുടെ വലയിൽ വീഴ്ത്താം. നിന്റെ കളി ഇതോടെ അവസാനിച്ചു ടോട്ടോയ്സ്മാൻ. അവസാനമായി ഞാൻ നിന്നെ വാൺ ചെയ്യാണ്. മര്യാദയ്ക്ക് ഡയമണ്ട് ബൂട്ട്സ് ഞങ്ങൾക്ക് റിട്ടേൺ ചെയ്തേക്ക്. ആണോ? ഈ ഡയമണ്ട് ബൂട്ട്സ് നിനക്ക് വേണോ? ശരി, ഓക്കെ, വന്ന് എടുത്തോണ്ട് പോയിക്കോ. ആദ്യം അവന്റെ ടോട്ടോയ്സ് കവർ വളരെ സ്ട്രോങ് ആയിരുന്നു. ഇപ്പൊ അവന്റെ ഡയമണ്ട് ബൂട്ട്സിന്റെ ശക്തി കാരണം അവന്റെ കിക്കും സ്ട്രോങ് ആയി മാറിയിരിക്കുക. ഇവനെ തോൽപ്പിക്കാൻ നമ്മൾ വേറെന്തെങ്കിലും ഐഡിയ ചെയ്തേ പറ്റൂ. കാണാൻ ഞാൻ ആമയെ പോലെ ഉണ്ടെങ്കിലും സ്പീഡിന്റെ കാര്യത്തിൽ നമ്പർ 1 ആണ്. കീക്കോ, എന്നെ രക്ഷിക്കൂ. ആ ടോട്ടോയ്സ്മാൻ എന്നെ അതിഭയങ്കരമായി അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടോട്ടോയ്സ്മാന്റെ ബാക്ക് ആൻഡ് ലെഗ്സ് ആണ് സ്ട്രോങ്.
പക്ഷെ ഒറിജിനൽ ടോട്ടോയ്സിനെ പോലെ അവന്റെ വയറ് വീക്ക് പോയിന്റ് ആയിരിക്കും. ഇനി ഞാൻ എന്റെ സ്പെഷ്യൽ കിക്ക് യൂസ് ചെയ്തേ പറ്റുന്നാ തോന്നുന്നേ. കൂടുതൽ കിടന്ന അഭ്യാസം കാണിച്ചാൽ അവസാനം അനുഭവിക്കേണ്ടി വരുമെന്ന് പറഞ്ഞത് മനസ്സിലായോടാ? ഇപ്പൊ അനുഭവത്തിൽ നീ അത് മനസ്സിലാക്കിയല്ലേ? നീ എന്തായി പറയുന്നേ? സാര ചുരുക്കത്തിൽ പറഞ്ഞ എന്റെ അർത്ഥം, ഈ ടോർട്ടോയ്സ് കവർ റെഡിയാക്കി നീ അടിച്ചു മാറ്റാൻ എന്തൊക്കെ അഭ്യാസങ്ങളാ ചെയ്തത്? നിന്റെ ഹാർഡ് വർക്കും ബ്രെയിൻ വർക്കും നല്ല കാര്യങ്ങൾക്ക് യൂസ് ചെയ്തിരുന്നെങ്കിലേ, ആ ബാസ്കറ്റ് ബോൾ പ്രാക്ടീസ് ചെയ്തിരുന്നെങ്കിലേ ഡയമണ്ട് ബൂട്ട്സ് നേർവഴിക്ക് സ്വന്തമാക്കാമായിരുന്നു.